വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ തുടരുകയാണ്. പ്രതിപക്ഷത്തിന്റേത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. വഖഫ് ബിൽ മുസ്ലിം വിരുദ്ധമല്ല. ബില്ലിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുകയാണെന്നും അമിത്ഷാ ആരോപിച്ചു. हमने साहब मैं अभी भी आपके माध्यम से, इस सदन के माध्यम से देश भर के मुसलमान भाइयों बहनों को कहना चाहता हूं, आपके वक़्फ में एक भी नॉन मुस्लिम नहीं आएगा. ये एक्ट में ऐसा कोई प्रावधान नहीं. मगर जो वक़्फ बोर्ड है और वक़्फ परिषद है, उसका काम क्या है? वक़्फ की संपत्तियां मान्यवर बेच खाने वाले लोगों को पकड़कर इसके बाहर निकालने का. വഖഫ് ബോർഡ് മതത്തിന്റെ ഭാഗമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. ബില്ലിലൂടെ മുസ്ലിം വിഭാഗത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് CPM അംഗം K രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. വഖഫ് ബില്ലിനെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയം അറബിക്കടലിലാകുമെന്ന് സുരേഷ് ഗോപി. The legislation, piece of legislation given priority by this government, you can see that to have only one agenda, to divide our own Bharat Mata on the name of religion. To divide Bharat Mata on the name of religion. This is the only one agenda. മുസ്ലിം ജനവിഭാഗം നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കളാണ് എന്ന് മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ കൊണ്ട് ചിന്തിപ്പിക്കണം. അങ്ങനെ വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ഒരു തന്ത്രം ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം പറയാതെ മുസ്ലിം ജനവിഭാഗങ്ങളിലെ പാവപ്പെട്ടവരുടെയും അതുപോലെ കുട്ടികളുടെയും അതുപോലെ സ്ത്രീകളുടെയും സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത്. But unnecessarily my name was taken to rake up a certain situation which is worming in the state of Kerala. Right. I will tell you, these people in the Assembly of Kerala have passed a resolution. Tomorrow, after the Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. You just wait for this episode. It is happening. The people of Kerala. Okay. Sir, Thank you. I cannot yield. I will not yield. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് 2025 വലിയ തമാശയെന്ന് ET മുഹമ്മദ് ബഷീർ MP പരിഹസിച്ചു. Honorable Home Minister has committed a speech, lengthy speech, claiming as he is the savior of the minorities. I would like to say that is the biggest tamasha of 2025. There has no iota of truth in it. It is his government. He tortured the minorities in India, physically, mentally, socially and economically. വിനീത VG വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, ചർച്ച നീണ്ടുപോവുകയാണോ? എപ്പോഴാണ് കേന്ദ്രമന്ത്രിയുടെ മറുപടി? വോട്ടിംഗിലേക്ക് ഉടൻ കടക്കേണ്ട സമയമായല്ലോ അല്ലേ? തീർച്ചയായും വിജയകുമാർ, ചർച്ച ഇപ്പോഴും തുടരുകയാണ്. അത് ഏതാണ്ടൊരു 11 മണി വരെ ഇങ്ങനെ പോകാനുള്ളൊരു സാധ്യത തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ബില്ല് ഒരു വിഭാഗത്തിനെതിരല്ലെന്നും മുസ്ലിം വിഭാഗങ്ങൾക്ക് എതിരല്ലെന്നും അത്തരത്തിലേക്കുള്ളൊരു നുണപ്രചരണം നടത്തുന്നു എന്നാണ് അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ സഭയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ലെന്ന് പ്രതിപക്ഷം ശക്തമായി തന്നെ വാദിക്കുന്നുണ്ട്. അല്പസമയം മുൻപ് ഹൈബി ഈഡൻ ഇത് സംബന്ധിച്ച സഭയിൽ സംസാരിച്ചിരുന്നു. ബില്ല് മതേതരത്വത്തെ തകർക്കുമെന്നും ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നുമാണ് ഹൈബി ഈഡൻ സംസാരിച്ചത്. ഒപ്പം തന്നെ മുനമ്പത്തെ വിഷയമടക്കം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനെതിരെയാണ് ബില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രമന്ത്രി മുനമ്പം വിഷയമടക്കം ചൂണ്ടിക്കാട്ടി ജോർജ് കുര്യനും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സമീപകാലത്തെ ക്രിസ്ത്യൻ സമൂഹത്തോട് വല്ലാത്ത സ്നേഹമാണ് കേന്ദ്രത്തിനുള്ളതെന്നും ഹൈബി ഈഡൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. തന്നെ സംബന്ധിച്ച് മുനമ്പത്തേത് വ്യക്തിപരമായ വിഷയം കൂടിയാണെന്നായിരുന്നു ഹൈബി ഈഡൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണെന്നും ഹൈബി ഈഡൻ പറഞ്ഞിട്ടുണ്ട്. ഏത് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് ഭൂമി തിരികെ നൽകുമെന്ന് കേന്ദ്രം പറയുന്നത്, അക്കാര്യം വിശദീകരിക്കണമെന്നും പറഞ്ഞു. നേരത്തെ നമ്മൾ സഭയിൽ കണ്ടതാണ്. രാധാകൃഷ്ണൻ MP സംസാരിച്ചപ്പോൾ ശുഭിതനായി തന്നെ അതിന് മറുപടി നൽകുകയായിരുന്നു സുരേഷ് ഗോപി. പക്ഷേ ഇപ്പോൾ ഹൈബി ഈഡന് മറുപടിയുമായി ജോർജ് കുര്യൻ രംഗത്തെത്തിയൊരു സാഹചര്യമാണ് നമുക്ക് സഭയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്.
അദ്ദേഹം പറഞ്ഞത് ഈ പള്ളികൾ ആക്രമിച്ചത് ഹൈബിക്ക് രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു ജോർജ് കുര്യന്റെ മറുപടി ഉണ്ടായിരുന്നത്. ഇടുക്കിയിലെ ബിഷപ്പ് ഹൗസുകൾ ആക്രമിച്ചത് കോൺഗ്രസുകാരെന്നായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത്. അതിന്റെ FIR ഇപ്പോൾ തന്റെ പക്കലുണ്ടെന്നും ജോർജ് കുര്യൻ പറഞ്ഞിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസുകാരാണ് ഇങ്ങനൊരു ആക്രമണം നടത്തിയതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ വ്യക്തി ഇപ്പോൾ ഈ സഭയിൽ തന്നെ ഉണ്ട് എന്നും 2021 PFI പാലാ ബിഷപ്പ് ഹൗസ് ആക്രമിച്ചുവെന്നും പക്ഷേ അന്ന് അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നും സൂചിപ്പിച്ചിരുന്നു. PFI പ്രവർത്തകർക്കെതിരെ അന്ന് കേസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. മുനമ്പത്തെ ജനങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നാണ് ജോർജ് കുര്യൻ സംസാരിച്ചത്. നരേന്ദ്രമോദിക്ക് മാത്രമേ മുനമ്പത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നും ജോർജ് കുര്യൻ പറഞ്ഞു. ഇതിന് പിന്നാലെ തന്നെ ഈ ക്രിസ്ത്യാനികളെയും ബിഷപ്പുമാരെയും ആക്രമിക്കുന്നു എന്ന്, അതായത് കോൺഗ്രസുകാരാണ് ക്രിസ്ത്യാനികളെയും ബിഷപ്പുമാരെയും ആക്രമിക്കുന്നതെന്നും ഹൈബിക്ക് അദ്ദേഹം മറുപടി നൽകി. ഇതിന് പിന്നാലെ തന്നെ സഭാ അധ്യക്ഷനെതിരെ കോൺഗ്രസ് രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ജോർജ് കുര്യനെ ഏത് ചട്ടപ്രകാരമാണ് സംസാരിക്കാൻ അനുവദിച്ചതെന്നായിരുന്നു KC വേണുഗോപാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നാലെ കേരളത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് സംബിത് പാത്ര MP സംസാരിച്ചിരുന്നു. കേരളം ശ്രീ ശങ്കരാചാര്യന്റെ നാടെന്നായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ചത്. കേരളത്തിന്റെ ഭൂമിയെ ഞാൻ നമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാർ മസ്ജിദിനെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. ഒപ്പം വഖഫില്ലാത്ത രാജ്യങ്ങളുടെ പട്ടിക കൂടി സംബിത് പത്ര വായിച്ചു. ഇപ്പോൾ ഈ ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഈ വഖഫ് അങ്ങനെ ഒരു മുസ്ലിം വിഭാഗത്തിന് എതിരല്ലെന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയം പ്രതിപക്ഷം ലക്ഷ്യം വെക്കുന്നു, അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നുണപ്രചാരണങ്ങൾ നടത്തുന്നതെന്നുമായിരുന്നു ഈ അമിത്ഷാ അടക്കമുള്ള കിരൺ റിജിജു അടക്കമുള്ളവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അഖിലേഷ് യാദവും ബില്ലിനെ ശക്തമായി തന്നെ എതിർത്തു. പക്ഷേ അതേസമയം ഘടകകക്ഷികളായ JDUവും TDPയും ബില്ലിനെ അനുകൂലിച്ച രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും സഭയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വിജയകുമാർ. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം മന്ത്രി കിരൺ റിജിജു, കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഈ ചർച്ചകൾക്ക് മറുപടി പറയും. പിന്നീട് വോട്ടെടുപ്പ് ആവശ്യമെങ്കിൽ അതിലേക്ക് കടക്കുകയും ചെയ്യും. NDA ഘടകകക്ഷികൾ ബില്ലിനെ പിന്തുണച്ച് പാർലമെന്റിൽ ലോക്സഭയിൽ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാസ്സാക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ആശങ്കയില്ല. എങ്കിലും ആ വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ അതിൽ ആരൊക്കെ വിട്ടുനിൽക്കും എന്നതടക്കം ഒരു കൗതുകമുണ്ട്. ഒരുപക്ഷെ 11 മണിയോടെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ലഭ്യമാകും.